ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദനായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, MMVSന്റെ പുതിയ നേതൃത്വ നിരയിലേക്ക് വരുന്ന എൻ്റെ സ്നേഹിതൻ കൂടിയായ പ്രിയപ്പെട്ട എബി എബ്രഹാം അച്ഛനും, അതോടൊപ്പം പുതുതായി ചുമതലയേൽക്കുന്ന ഭദ്രാസന തലത്തിലും റീജിയണൽ തലത്തിലും യൂണിറ്റ് തലത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒപ്പം ഈ കഴിഞ്ഞ 3 വർഷം അവരെന്നോടൊപ്പം എന്നല്ല, എനിക്ക് അവരോടൊപ്പം പ്രവർത്തിപ്പാൻ ദൈവം സാധ്യത നൽകിയ ജനറൽ സെക്രട്ടറി സുനു ജോയി, കൊച്ചമ്മ ട്രഷററായിരിക്കുന്ന ലിനി കൊച്ചമ്മ, ഒപ്പം റീജിയണൽ ഭാരവാഹികൾ, യൂണിറ്റ് തലത്തിൽ പ്രവർത്തിച്ചവർ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ സന്തോഷകരമായ നാമത്തിൽ, ധന്യമായ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അഭിവന്യ തിരുമനസിൻ്റെ നല്ല വാക്കുകൾക്കും ഹൃദയപൂർവ്വം നമുക്ക് നൽകിയ ആശംസകൾക്കും ഞങ്ങൾ നമ്രശിരസ്കരാകുകയാണ്. ചെയ്യുവാൻ ഒരു അവസരം അഭിവന്യ അപ്രയം തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് കൽപ്പന സ്വീകരിച്ചത്. അത് ദൈവകൃപ കൊണ്ട് മാത്രം ആ 3 വർഷം പൂർത്തീകരിപ്പാൻ ഇടയായി എന്ന് മാത്രം പുറകോട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ മൂന്നും സിദ്ധികളോ കഴിവുകളോ വലിയ താലന്തുകളോ ഉള്ള ആളുകളല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ദൈവം ചേർത്ത് നിർത്തി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, പ്രത്യേകിച്ച് ആശയങ്ങളിലും ആശയവിനിമയങ്ങളിലും ഒന്നും പൊരുത്തക്കേടുണ്ടാകാതെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുവാൻ അഭിവന്യ അപ്രയം തിരുമേനിയും ഇപ്പോൾ നമുക്ക് ഇവാനിയോസ് തിരുമേനിയും വളരെ ശ്രദ്ധേയമായ സ്നേഹവായ്പോടുകൂടിയുള്ള ഉപദേശങ്ങൾ നൽകിയതിൻ്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടത്. പക്ഷേ ഇതെല്ലാം പരിപൂർണമാകുന്നത് എന്നോടൊപ്പം ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹകരണത്താൽ. അപ്പൊ അതും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് 3 വർഷത്തിന്റെ അവസാന വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അതിൻ്റെ ചുമതലപ്പെട്ടവർ തന്നെ ആകട്ടെ എന്നുള്ള നിർദ്ദേശം വന്നപ്പോഴാണ് ബലഹീനനായ ഞാൻ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ടൊരു സാധ്യത ഉണ്ടായത്. എന്നാൽ പറയാതെ തന്നെ കൃത്യമായിട്ടൊരു വേദഭാഗം കൊച്ചമ്മ വായിച്ചു. കൊച്ചമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല, പക്ഷെ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് കൊച്ചമ്മ ഒരു വേദഭാഗം വായിച്ചു, സെയിന്റ് മാത്യു ചാപ്റ്റർ 2. വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെങ്ങനെയാണ് കൃത്യമാകുന്നതെന്ന് ചോദിച്ചു. അഭിവന്യ തിരുമനസ്സും ഉപദേശ വാക്കുകളിൽ, ആമുഖ വാക്കുകളിൽ ഈ ദിവസങ്ങളുടെ ചില പ്രത്യേകതകളൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ദ ജോയസ് എക്സ്പീരിയൻസ് ഇൻ ദ വേൾഡ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. ഈ വർത്തമാനം പങ്കുവെക്കുവാനാണ് നമ്മൾ ആരാധന കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ലിറ്റർജിക്കൽ കലണ്ടറിന്റെ 1-ാം ഭാഗം പൂർത്തീകരിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടിയാണ്. അത് കഴിഞ്ഞു പുതിയ ഓരോ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പെരുന്നാളുകളുടെ ഒരു ശൃംഖല കടന്നു വരികയാണ്. പ്രത്യേകിച്ച് ക്രിസ്തു ജനിക്കുന്ന ഡിസംബറിന്റെ 25 കഴിഞ്ഞാൽ ഒരു ചങ്ങല പോലെ ധാരാളം പെരുന്നാളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ, അതോടൊപ്പം തന്നെ ഇന്ന് മസാക്കർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ ശിശുവധ പെരുന്നാൾ എന്നാചരിക്കുന്ന ഒരു ദിവസം, അതിനെ തുടർന്ന് കർത്താവിന്റെ ചേലാകർമ്മ പെരുന്നാളും ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മദിനം, അതിനെ തുടർന്ന് ഫീസ്റ്റ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഫീസ്റ്റ് ഓഫ് സെയിന്റ് സ്റ്റീഫൻ, then entry to the temple of Jesus Christ, and finally the commemoration of all the fathers in February 3rd. പിന്നെ നമ്മൾ 3 നോമ്പ്, വലിയ നോമ്പ്, പിന്നെ അത് അല്പം കൂടി ആഴത്തിലുള്ള ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് പ്രവേശിക്കുക. അതിനു മുമ്പ് ഇതിനു വേണ്ടി എന്തൊക്കെ മുഖാന്തരങ്ങൾ ഉണ്ടായോ അതെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പെരുന്നാളുകൾ ഓരോന്നായിട്ട് കടന്നു പോകുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത്രയും പെരുന്നാളുകളുടെ ആചരണം ആവശ്യമുണ്ടോ? പക്ഷെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതെല്ലാം വേണം, അതൊക്കെ ആഗ്രഹിക്കാറുണ്ട്. വാങ്ങണമെന്ന്, എല്ലാം വാങ്ങിയില്ലെങ്കിലും താല്പര്യം മനസ്സിൽ ജനിക്കാറുണ്ട്. പക്ഷേ
ആധ്യാത്മിക ചിന്തയിലും ഇപ്രകാരം ചില ഡിമാൻഡ്സ്, ചില ആവശ്യങ്ങൾ ആധ്യാത്മിക ലോകത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ പെരുന്നാളുകളെ എല്ലാം ചേർത്ത് വെച്ച് അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ നമ്മളെയൊക്കെ കൃത്യമായിട്ട് ദൈവം തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിച്ചത്. ക്രിസ്തുവിന്റെ ജനനവും അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിട്ട് അതിനെ ചിത്രീകരിക്കുമ്പോൾ പിതാക്കന്മാർ കൊടുക്കുന്ന 3 ഹെഡിങ്ങുകളുണ്ട്, തലക്കെട്ടുകൾ. ഒന്ന്, ദ ജോയസ് എക്സ്പീരിയൻസ്, സംതിങ് കണക്റ്റഡ് വിത്ത് ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. ലോകത്തിൽ ആർക്കും ബൗദ്ധികമായ തലത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി സാധുവായ ഒരു പെൺകുട്ടി ഗർഭിണിയായി പ്രസവിക്കുകയാണ്. ധാരാളം വെല്ലുവിളികൾ ആ പ്രസവ സമയത്തുണ്ടാകുന്നു, സങ്കടങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മാലാഖമാരും ആട്ടിടയന്മാരും വിദ്വാൻമാരും ഒക്കെ ചേർന്ന് ആ ജനനത്തെ ലോകത്തിന് സമ്മാനമായി അല്ലെങ്കിൽ അനുഗ്രഹീതമായി സമർപ്പിക്കുമ്പോൾ അതിലൂടെ ഒരു വലിയ വെളിച്ചം ലോകത്തിന് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ പെരുന്നാൾ ദിവസം ഒരു സംഘമായി അല്ലെങ്കിൽ യാത്രയായി ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തീജ്വാലയുടെ മുമ്പിലേക്ക് പോകുകയാണ്. ആ പ്രകാശമായി ഉദിച്ച ലോകത്തിന്റെ പ്രകാശത്തെ നേരിട്ട് കണ്ട് അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു തീജ്വാല ശുശ്രൂഷ. അപ്പൊ അതിന്റെ ഫോട്ടോയിൽ നമ്മൾ ഉണ്ടോ എന്നുള്ളതിനേക്കാളും വലുതാണ് ആ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കാൻ സാധിച്ചോ എന്നുള്ള ചിന്ത. ഞാൻ നാട്ടിൽ നിന്നൊരു ചിത്രം എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഞാൻ എല്ലാം ചെയ്ത, പക്ഷെ എൻ്റെ ഫോട്ടോ അതിനകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും നിനക്ക് സംബന്ധിക്കാൻ സാധിച്ചല്ലോ ആരോഗ്യത്തോടെ. എന്നാലും അങ്ങനെയല്ല വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് ആ സമയമായപ്പോൾ എന്നെ തള്ളി നീക്കി പുറകോട്ട് കൊണ്ടുപോയി. അവന്റെ സങ്കടമാണ് പറഞ്ഞത്. ചിലപ്പോൾ നമുക്കും ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ തോന്നും, നമ്മളെല്ലാം ചെയ്തിട്ടും നമ്മളെ തിരസ്കരിച്ചുവല്ലോ. ഇവിടെ ജോസഫും കന്യകമറിയാമും ആട്ടിടയന്മാരും വിദ്വാൻമാരും ഒക്കെ നിൽക്കുമ്പോഴും ദൈവ ചൈതന്യത്തിൽ അവരെടുത്ത വെല്ലുവിളികളെ ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ആ സന്തോഷം അവർ പങ്കുവെക്കുന്നത്. രണ്ടാമത്തെ ഒരു മിസ്റ്ററിയാണ് ദ സോറോഫുൾ മിസ്റ്ററി. അതും ലോകത്തിൽ ആർക്കും മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടുന്ന രണ്ടാമത്തെ രംഗമാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത് ജീവിച്ചപ്പോൾ ഒടുവിൽ ഒരു കുറ്റവും ചെയ്യാതെ കുരിശിക്കപ്പെടും നിന്നയുടെ ഒരു നിന്ദിക്കപ്പെട്ടൊരു ഒരു വ്യക്തിയായിട്ട് യേശു ക്രിസ്തു മാറ്റപ്പെടുക. ലോകം ഒരിക്കലും പൊറുക്കാൻ ഇടയില്ലാത്ത ഒരു കുറ്റപത്രം ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് ചാർത്തി കൊടുക്കുകയാണ്. ആൻഡ് തേർഡ് വൺ, ദ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്, മഹത്വത്തിന്റെ ഒരു അനുഭവത്തെ പങ്കുവെക്കുക. മരണത്തിലേക്ക് അയക്കപ്പെട്ട ക്രിസ്തു മശിഹ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പാണ് പിൽക്കാലത്ത് ക്രൈസ്തവ ജീവിതത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട അടിസ്ഥാനക്കല്ലായിട്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രസംഗിച്ചതും തന്റെ ജീവിതത്തിൽ ആവർത്തിച്ച് പഠിപ്പിക്കുവാൻ ശ്രമിച്ചതും. അങ്ങനെയെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദീസ് ആർ ദ 3 മിസ്റ്ററീസ് കണക്റ്റഡ് വിത്ത് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ദ ജോയസ് എക്സ്പീരിയൻസ്, ദ സോറോഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ദ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എന്നാൽ ഈ സന്തോഷം ലോകം പങ്കുവെക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു സങ്കടകരമായ കാര്യം കൂടി. അതാണ് അഭിമന്യ തിരുമേനി ഓർമ്മപ്പെടുത്തിയത്. ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പവിത്രമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് ഒരു നിഴൽ പോലെ സങ്കടങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇതിന് രണ്ടിനെയും സമ്മിശ്രിതമായ ജീവിതത്തിൽ ക്രമപ്പെടുത്തുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അനുഗ്രഹപൂർണമാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ദ പെയിൻഫുൾ എക്സ്പീരിയൻസ് ഓഫ് ക്രിസ്മസ് ഈസ് ദ മസാക്കർ. ഇത്രയും പേര് മരിച്ചു, എത്ര പേരെന്നുള്ള കണക്കിനെ കുറിച്ച് ഞാനൊന്ന് പഠിക്കാൻ പല കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് വായിച്ചൊരു പുസ്തകത്തിൽ ബൊക്കോക്കിയോസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അത് ഏത് ഭാഷക്കാരനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല, എങ്കിലും വായിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 144,000 children were killed during that time. 1,44,000 ആളുകൾ ഒരു ഒറ്റ സന്തോഷത്തിന് വേണ്ടി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അത് വെച്ച് നോക്കിയാൽ നമുക്കൊക്കെ ദൈവം നൽകുന്ന സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ എത്രമാത്രം ചെറുതാണെന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്.
യഥാർത്ഥത്തിൽ സഭ ആ ശിശുക്കൾക്ക് വേണ്ടി ശിശുവധ പെരുന്നാളിൽ ആരെയൊക്കെ ഓർക്കുന്നു അവർക്ക് വേണ്ടി കൃത്യമായ ഒരു ദിവസം ഭംഗിയായി മാറ്റി വെക്കേണ്ടുന്ന ഒരു ദിവസമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എല്ലാ ദിവസങ്ങളും പ്രത്യേകതയുള്ളതാണ്. കാരണം ക്രിസ്തുവിന്റെ ജനനം നമുക്ക് ആഘോഷിക്കുവാൻ അവസരം ഒരുക്കപ്പെട്ടപ്പോൾ അതുമൂലം ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളോടും കൃത്യമായി ഒരു സ്റ്റോപ്പേജ് അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാൻ അവർ പോലും അറിയാതെ അവർ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചതേ ഉള്ളൂ. ക്രിസ്തുവിനോടൊപ്പം ജനിച്ചു, ആ കാലഘട്ടത്തിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. നമുക്ക് പലപ്പോഴും ഈ ജീവിതം മുന്നോട്ട് നോക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്തതോ നമുക്കിഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ ചെറിയ നോട്ടം പോലും മതി നമ്മുടെ ജീവിതത്തിന്റെ സകല ഊർജവും ചോർന്നു പോകും. കരോൾ സംഘമായിട്ട് പോകുമ്പോൾ ഒരു വഴക്ക് പറഞ്ഞാൽ മതി, അച്ഛനോട് പിന്നെ മിണ്ടാതിരിക്കും. അല്ലെ പള്ളിയിൽ ഒരു ഉപദേശം അല്പം കൂടിപ്പോയാൽ മതി, ആ അച്ഛൻ പോയിട്ടേ പിന്നെ പള്ളി വരുന്നുള്ളൂ എന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു കൊച്ചു കാര്യം മതി, കാറ് വാങ്ങിക്കാൻ നേരം കളറിനെ സംബന്ധിച്ച് വഴക്ക് കൂടിയ ആളിനെ എനിക്ക് അടുത്ത സമയത്ത് പരിചയപ്പെടേണ്ടി വന്നു. അത് ഡിവോഴ്സിലും ചെന്നു. പക്ഷെ അവസാനം ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഒരുമിച്ച് യുണൈറ്റ് ചെയ്യാൻ ഒരവസരം ദൈവം അവർക്ക് സാധ്യതയായി തുറന്നു കൊടുത്തു. പക്ഷേ മൂല കാരണം കാറ് വാങ്ങാൻ പോയ ദിവസം കളറിനെ ചൊല്ലി ഉണ്ടായ വിഷയമാണ്. അത് വലുതായി ഇപ്പൊ ഒരു കൊച്ചു കാരണം മതി ജീവിതത്തിലെ സകല സന്തോഷവും നമുക്ക് നഷ്ടപ്പെടുത്താൻ. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ, പ്രത്യേകിച്ചൊന്ന് വായിച്ച വേദഭാഗം പൊതുവായിട്ട് ഞാനത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിദ്വാൻമാരെ വിട്ട് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ അവർ മടങ്ങി വന്നത് മറ്റൊരു വഴിയായപ്പോൾ സ്വയബുദ്ധിയിൽ തോന്നിയ ഒരു പാരനോയിക് ചിന്ത, അതെന്താണെന്ന് ഞാൻ തുടർന്നുള്ള നമ്മുടെ ധ്യാന ചിന്തയോടൊപ്പം ഞാൻ പങ്കുവെക്കാം. ആ ഒരൊറ്റ തീരുമാനത്തിലേക്ക് മാറി ആ കാലഘട്ടത്തിൽ അവിടെ ജനിച്ച സകല ആൺകുട്ടികളെയും കൊന്നുകളയുക. എത്ര നീചമായ ഒരു അന്തരീക്ഷം! അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി ദൈവം ആ മനുഷ്യനും കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്തയിൽ സ്വയം തന്റെ സ്വന്തം ഇരിപ്പിടത്തെ കൃത്യമാക്കണമെങ്കിൽ, സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഇതൊരാവശ്യമുള്ള കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി. പക്ഷേ അതുമൂലം 1,44,000 പേരുടെ ജീവിതത്തിന് ഒരു വിരാമമിടുന്ന ഒരു വലിയ നീചമായ ചിന്തയിലേക്കാണ് ഇത് മാറ്റപ്പെട്ടത്. ഞാൻ അതിന്റെ ആമുഖം ഞാനിവിടെ അവസാനിപ്പിക്കുക. പറയാൻ ശ്രമിച്ചത്, ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സന്തോഷം പങ്കുവെച്ചപ്പോൾ ലോകത്തിൽ ചരിത്രത്തിലൂടെ ഒരു കാര്യം കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഖാന്തരം 1,44,000 പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും വെല്ലുവിളികൾ വളരെ ശക്തമായ രീതിയിൽ ആസ്വദിക്കുവാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ മനസ്സിന്റെ പാകപ്പെടുത്തൽ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് തെളിഞ്ഞു നിൽക്കാനുള്ള സാധ്യത ദൈവം തമ്പുരാൻ നൽകുകയുള്ളൂ. ക്രിസ്തുവിന്റെ ജനനത്തിലും സാധ്യതകൾ ഏറെ ഉണ്ടായിരിക്കുന്ന ദൈവപുത്രൻ ജനിക്കുന്നത് സാധ്യതകൾ എല്ലാം നഷ്ടപ്പെട്ട വെല്ലുവിളികളുടെ നടുവിലാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ സന്തോഷം പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ വിദ്വാൻമാരും ഭയപ്പെട്ട് മറ്റൊരു വഴിയിലേക്ക് പോയി. യേശു ക്രിസ്തുവിന്റെ ജനനം മൂലം പ്രപഞ്ചത്തിലെ സുന്ദരമായ കാഴ്ചകളിലേക്ക് നടന്ന് പ്രവേശിച്ച കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ദുഃഖത്തിന്റെ അല്ലെങ്കിൽ വെല്ലുവിളികളുടെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സമയത്തേക്ക് നമ്മളൊക്കെ തളർന്നു പോകുമെങ്കിലും ഈ ഒരു നേർചിത്രം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധിച്ചാൽ, കഷ്ടങ്ങൾ സാരമില്ല എന്ന പാട്ടുപോലെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിസ്സാരമാക്കാനല്ല, ഇതിലും എത്രയോ പ്രയാസങ്ങൾ കർത്താവെ നിന്റെ ജനനത്തിൽ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു ചിന്ത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് എനിക്ക് ഇതിനെ തുടർ ചിത്രമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളത്, ദ എക്സ്ട്രീം പാരനോയ ആൻഡ് ക്രൂവൽറ്റി വാസ് ദ റീസൺ ബിഹൈൻഡ് ദ മസാക്കർ. പാരനോയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, an unrealistic distrust of others or a feeling of being persecuted. It is a mental disease. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ഹെരോദിന് മാത്രമുള്ള അസുഖമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനഃശാസ്ത്രം പഠിക്കാനായിട്ട് ആദ്യം പോകുന്ന സന്ദർഭത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അന്നിവിടെ പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞൊരു വാക്ക് എന്നെ നന്നായിട്ട് ചൊടിപ്പിച്ചെങ്കിലും ഞാൻ ക്ഷമാചനായിരുന്നതുകൊണ്ട് ചൊടിപ്പീരൊന്നും
വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നും കാണിക്കാൻ പറ്റാത്തൊരു വേഷം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അവിടെ മിണ്ടാതെ ഇരുന്നു. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ചോദിച്ചപ്പോഴും അതിന് കൃത്യമായ മറുപടി നടന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ അബ്നോർമൽ. ഇത് കേട്ടാൽ ഇപ്പൊ ഒരു പക്ഷേ കുറച്ചു പേരെങ്കിലും ഇത് കട്ട് ചെയ്തിട്ട് പോയിക്കളയും. കാരണം ഞാൻ നിങ്ങളെയും കൂടെ ചേർത്താ പറഞ്ഞത്, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ അബ്നോർമൽ ഇൻക്ലൂഡിങ് ഐസക് അച്ഛൻ. ഇഫ് ഐ എം എ ഹ്യൂമൻ ബീയിങ് ഐ എം ഓൾസോ അബ്നോർമൽ. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ മാഡ് എന്നതിന് അർത്ഥമില്ല, പാരനോയിക് എന്നതിന് അർത്ഥമില്ല, എക്സ്ട്രീം മെന്റൽ സൈക്കിക് ഡിസോർഡർ എന്നൊന്നും അതിന് അർത്ഥമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും മനുഷ്യർക്ക് വ്യത്യസ്തതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ മുമ്പിൽ എബി അച്ഛനെ എനിക്ക് ചിത്രത്തിൽ കാണാം. എബി അച്ഛന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും വൈദികരാണ്. ഇൻട്രസ്റ്റുകളിൽ വ്യത്യാസം ഉണ്ടാകും, ചിലപ്പോൾ അഭിപ്രായങ്ങളിലും വ്യത്യാസം ഉണ്ടാകും. അഭിമന്യ തിരുമേനി ഇതിനകത്തുണ്ട്. തിരുമേനി പറഞ്ഞതെല്ലാം ചിലപ്പോൾ ഒരേപോലെ എനിക്ക് ആ സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എൻ്റെ മാനസിക പശ്ചാത്തലം തിരുമേനി പറഞ്ഞ അതേ ഘടനയോടുകൂടി ഉൾക്കൊള്ളാൻ ചില സമയത്ത് എനിക്ക് സാധ്യതയില്ല. നിറങ്ങളോട് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, ആഹാര രീതികളോട് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, സഭാ ജീവിതത്തോട് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, കുടുംബ ബന്ധത്തോട്. എനിക്ക് മനസ്സിലാകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോൺട്രാസ്റ്റുകളുടെ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ പള്ളിയല്ല, ഒരു കുടുംബമാണ്. കാര്യം വ്യത്യസ്തരായ മാതാപിതാക്കൾക്ക് ജനിച്ച രണ്ടുപേർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പഠിച്ച വിഷയം വ്യത്യസ്തമാണ്, അവരുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്, അവരുടെ സംഘടനാ ബലം വ്യത്യസ്തമാണ്, സോഷ്യൽ സ്കില്ലുകൾ വ്യത്യസ്തമാണ്, അവരുടെ എസ്തെറ്റിക് സെൻസ് വ്യത്യസ്തമാണ്, ടെക്നോളജിക്കൽ സ്കില്ല് വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ എന്തൊക്കെ മേഖലകൾ, ഏതൊക്കെ ഇന്റലിജൻസിന്റെ പാർട്ടുണ്ടോ. ഹൊവാർഡ് ഗാർണർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, വി ഹാവ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അപ്പൊ അതുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. മാത്തമാറ്റിക്സ് പഠിക്കുന്നവരെയാണ് നമ്മൾ എപ്പോഴും ആദരവോടുകൂടി നോക്കുന്നത്. അവർക്ക് 50 ഔട്ട് ഓഫ് 50 അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചാൽ അവരെ ബുദ്ധിമാൻ എന്ന് വിളിക്കും. പക്ഷേ ഞാൻ പറയും, ഈ വീട്ടിലെ ചുവരിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന ആളും ഒരു ഇന്റലിജന്റാണ്. പക്ഷെ നമ്മൾ അവരെ തല്ലും, വൃത്തിയാക്കിയതിന് അവരെ തല്ലുകയാണ്. അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ എപ്പോഴും കാണുന്നത് കുറവുള്ളവനായിട്ടാണ്. പക്ഷെ അവനിലും ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി അടുത്ത സമയത്ത് ഹ്യൂസ്റ്റണിൽ തന്നെയുള്ള ഒരു കുട്ടി, അവൻ സ്കൂളിൽ അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ല, എൻ്റെ ഒരു ചിത്രം വരച്ചുകൊണ്ട് വന്നു. എനിക്ക് എൻ്റെ ചിത്രം എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫോട്ടോയിൽ എടുത്തിട്ടുള്ളതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷം തോന്നി അവൻ വരച്ച ചിത്രം. കാര്യം എനിക്ക് എവിടെയൊക്കെ താടി നരച്ചിട്ടുണ്ടോ ആ നര വരെ അതിൻ്റെ അടുത്ത് തന്നെ, അത്ര അടുത്ത് കണ്ടിട്ടൊന്നുമില്ല, കൃത്യമായിട്ട് എടുത്തു. പക്ഷേ ആ സ്കൂളിലെ പഠനത്തിൽ അവൻ അത്ര ബുദ്ധിമാനായിട്ട് ഒരിക്കലും അപ്പനും അമ്മയും പറഞ്ഞിട്ടില്ല. അവൻ്റെ മാർക്കും വളരെ താഴെയാണ് പലപ്പോഴും ചോദിക്കുമ്പോഴേക്ക്. പക്ഷേ അവനിലുള്ളൊരു കഴിവ്, വളരെ പ്രവചിക്കാൻ പറ്റാത്തതുമായ തലത്തിലേക്കുള്ള കഴിവ് നിശ്ചയമായിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞ് കൂടുതൽ പോകുന്നില്ല. പറയാൻ ശ്രമിച്ചത്, വി ആർ അബ്നോർമൽസ് ഇൻ ഡിഫറെന്റ് വാല്യൂസ് ആൻഡ് സെറ്റ്. പക്ഷേ അത് അംഗീകരിക്കാൻ ദൈവം തന്നൊരു കൃപയുടെ പേരാണ് കോപ്പിംഗ് സ്കിൽ. അത് ഉൾക്കൊള്ളുക. ചിലപ്പോൾ അന്നേരത്തെ സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കാം, അത് വിട്ടേര്. പക്ഷെ നമ്മൾ 100 നന്മ ചെയ്താലും ഒരു തിന്മ വായിൽ നിന്ന് വന്നാൽ എന്തോ പറയും? അവനങ്ങനെ പറയാൻ കൊള്ളാവോ? ആ അച്ഛൻ എങ്ങനെ പറയാൻ കൊള്ളാവോ? ആ അച്ഛൻ എങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? പക്ഷെ അതുവരെ ചെയ്ത നന്മകളൊക്കെ ഇത് കുടുംബജീവിതത്തിലുണ്ട്, ഇടവക തലത്തിലുണ്ട്, വൈദികരോടുള്ള ബന്ധത്തിലുണ്ട്, തിരുമേനിമാരോടുള്ള ബന്ധത്തിലുണ്ട്, സഭാജീവിതത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ചിന്ത ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായത് മറ്റൊരു തലത്തിലാണ്. സ്വന്തം അധികാരവും കസേരയും നഷ്ടപ്പെടുമോ എന്ന് ഭയന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നു വന്ന ചിന്ത, മശിഹ ജനിക്കും എന്നുള്ളൊരു പ്രവചന പുസ്തകത്തിന്റെ പൂർത്തീകരണത്തെക്കാൾ ഉപരി അദ്ദേഹം ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും സ്വന്തം കാര്യത്തിന് വേണ്ടി ഇതുപോലുള്ള മസാക്കറുകൾ നടത്തുന്ന സന്ദർഭങ്ങൾ വരും. വെട്ടിനിരത്തുക, അല്ലെങ്കിൽ കൂട്ടിപ്പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും യാഥാർത്ഥ്യത്തിന് ചേരാത്തൊരു കാര്യമാണെങ്കിലും മറ്റൊരാളോട് സംസാരിച്ച് അതിനെ കുറച്ചുകൂടി ഉൽപ്പാദിതമാക്കുന്ന അല്ലെങ്കിൽ ഉൽപാദനക്ഷമതയുള്ള രീതിയിലേക്ക് അതിനെ ആക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ആണെങ്കിൽ നമ്മളൊരു ഹെരോദ്. അതിന് പകരം കുറച്ചും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നതോടൊപ്പം ആ 1,44,000 പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും, കർത്താവെ നീ ജനിക്കുവാനുള്ളൊരു മുഖാന്തരത്തിന് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ സമരസപ്പെടുത്തുവാനുള്ളൊരു വലിയ സാഹചര്യം ലഭിക്കും. രണ്ടാമതായി, മെസാക്കർ ഓഫ് ദ ഇന്നസെന്റ് വാസ് ഹെരോദ്സ് അറ്റംപ്റ്റ് to thwart
God's plan and stop biblical prophecy. യഹൂദ പാരമ്പര്യത്തിലും പശ്ചാത്തലത്തിലും ജീവിച്ചൊരു രാജാവ് പ്രവചനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. BC അവസാനിക്കുന്നു, AD ആരംഭിക്കുന്നു. ആ കാലഘട്ടത്തിൽ പ്രവചനത്തിന്റെ പൂർത്തീകരണം ലോകം ആഗ്രഹിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട്, യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനല്ലായിരുന്നു പ്ലാൻ. ആരെ കൊല്ലാനായിരുന്നു? ക്രിസ്തുവിനെ ആയിരുന്നു നോട്ടം വെച്ചത്. പക്ഷെ ക്രിസ്തുവിനെ കിട്ടാതെ വന്നപ്പോൾ ക്രിസ്തുവും അതിൽ ഉണ്ടാകും എന്നുള്ള ഒരു ബലഹീനമായ ചിന്തയിലാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ഈ മനുഷ്യൻ തത്രപ്പെടുന്നതും ആഗ്രഹിച്ചതും അത് പൂർത്തീകരിച്ചതും. ഞാൻ പറയാൻ ശ്രമിച്ചത്, പ്രവചനങ്ങളുടെ പൂർത്തീകരണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഈ അടുത്ത സമയത്ത് ഒരു യുവാവ് എന്നോട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ വീട്ടില് എനിക്ക് വലിയ ആഗ്രഹം, എൻ്റെ അപ്പനും അമ്മയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ വൈദികനാകണം. പക്ഷെ പല രൂപത്തിൽ ഞാൻ നോക്കി, എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും സഭാ ജീവിതത്തിലെ പോസ്റ്റുകൾ തിരുമേനിയോട് പറഞ്ഞോ, അല്ലെങ്കിൽ ബാവ തിരുമേനിയോട്, ഞാൻ വെച്ച് എനിക്ക് ബാവ തിരുമേനിയോട് അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഒരു പെർസെൻറ്റേജ് പോലും തോന്നിയിട്ടില്ല. ഇവാനിയോസ് തിരുമേനിയോട് പറഞ്ഞാൽ ഉടനെ അങ്ങനെ സാധിപ്പിക്കാമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു നിരാശാബോധത്തിലാണ്. പക്ഷെ ചിലർ ചിന്തിക്കുന്നത് വൈദികനാകുന്നതാണ് സഭാജീവിതം. ചിലർ ചിന്തിക്കുന്നത്, ചിലപ്പോൾ ഈ അൺമാരീഡ് വൈദികരോട് ചോദിക്കുന്ന, ചിലപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അടുത്ത മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അവർ തന്നെ പ്രഖ്യാപനം നടത്തി അവർ പറ്റുമെങ്കിൽ അംശവടിയും കൂടെ തന്നങ്ങ് വിടും. വലിയ സന്തോഷം അത് കേൾക്കാൻ. പക്ഷേ ആ പറയുന്നതിന്റെ യാഥാർത്ഥ്യത്തിന്റെ പൊരുളിനെ കുറിച്ച് വലിയ ബോധമില്ലായ്മയാണെന്ന് എൻ്റെ ഒരു ചിന്ത. അങ്ങനെയല്ല. അത് ദൈവത്തിന് ഓരോ വ്യക്തിയും, ഒരു സ്ത്രീ ആകുന്നത്, ഒരു പുരുഷനാകുന്നത്, അല്ലെങ്കിൽ ഏത് കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കുന്നത്, ഏത് കുടുംബത്തിൽ ജനിക്കുന്നത്, ഏത് ഭാഷക്കാരനാകുന്നു, ഏത് സ്ഥലത്തെത്തുന്നു. നമ്മളൊക്കെ ഇന്ന് അമേരിക്കയിൽ ഇരുന്ന് ഇത് കേൾക്കുന്നേ, നമ്മുടെയൊക്കെ മഹത്വം കൊണ്ടോ താലന്തുകളുടെ വർധനവ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടോ ആണോ നമ്മൾ ഇന്ന് ഈ 7-ാം കടലിനക്കരെ വന്നതെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ നടക്കുന്നത് കാണുമ്പോൾ തോന്നാറുണ്ട്. എനിക്ക് എന്നോട് തന്നെ ചിലപ്പോൾ അതിർത്തി തോന്നാറുണ്ട്, ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്നുള്ളത്. അപ്പൊ ഈ ചിന്തകളൊക്കെ കൂട്ടിച്ചേർക്കാനുള്ളൊരു വലിയ പ്രവചന നിവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ദ റോൾസ്, ദ സ്റ്റേറ്റസ് ആൻഡ് റോൾ. അതോടൊപ്പം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ചില താലന്തുകളുണ്ട്. അതിനെ നിഷേധാത്മകമായി കാണുന്നതിനേക്കാൾ ഉപരി അതിനെ സാധ്യതകളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജിയുടെ പേരാണ് സിനർജി, ദ കോർപ്പറേറ്റ് എനർജി. അതിന് പകരം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ സിനർജി ആയിട്ട് നിൽക്കുന്ന ഒരു സംഘത്തെ ഡൈവേർട്ട് ചെയ്ത് ഡിസ്പേഴ്സ് ചെയ്ത് ഉള്ള ഊർജത്തെ നശിപ്പിക്കാനായിട്ട് പറ്റും. ഈ മനുഷ്യൻ ചെയ്തത് മറ്റൊന്നുമല്ല, ലോകം മുഴുവനും മഷിഹായുടെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിന്റെ ഊർജത്തെ നഷ്ടപ്പെടുത്താൻ ഒരു വ്യക്തി അധികാരത്തിലിരുന്നപ്പോൾ ഒരു ചിന്തയുണ്ടായി. ആ മനുഷ്യന്റെ പേരാണ് ഹെരോദ്. ഞാൻ ഹെരോദിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ സാധ്യതകൾ നശിപ്പിക്കാനായിട്ട് അദ്ദേഹം പോലും അറിയാതെ ഇങ്ങനൊരു ചിന്തയിലേക്ക് മാറിപ്പോയി. ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ഇതിനെ ഒന്ന് ക്രമപ്പെടുത്തുക. നമുക്ക് കിട്ടുന്ന ഒരു അധികാരത്തിലൂടെ നമ്മൾ സിനർജി ക്രിയേറ്റ് ചെയ്യുന്നവരാണോ, അതോ ഡിസ്ട്രക്റ്റീവ് എനർജി സമൂഹത്തിന് പങ്കുവെക്കുന്നവരായി വാക്കിലോ പെരുമാറ്റത്തിലോ ഫോൺ കോളിലോ ഒന്നും വേണ്ട, ഒരു ഫോർവേഡിങ് മതി. കിട്ടിയ ഒരു കാര്യത്തെ 10 പേരെ അറിയിക്കുക. നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ ചിലരെ കാണാറുണ്ട്, എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ട്രാഷ് നമ്മുടെ മൊബൈലിലോട്ട് വന്ന് വീഴുമ്പോൾ ഇത് 10 പേരെ ഒന്ന് അറിയിക്കുമ്പം 4 പേര് ഇതൊന്ന് അറിയട്ടെ. ചിലപ്പം സ്വന്തം അപ്പന്റെ കുറ്റമായിരിക്കാം, ചിലപ്പം അമ്മയുടെ കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ സഭാജീവിതത്തിൽ പിതൃസ്ഥാനികരുടെ കുറ്റമായിരിക്കാം. ഇതിൽ സായുജ്യം കണ്ടെത്തുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. അതുകൊണ്ടാണ് ചില ചാനലുകളൊക്കെ പോപ്പുലർ ആകുന്നത്. കാരണം നമ്മൾ ഇരുന്ന് കാണാൻ നമ്മളുടെ വ്യത്യസ്തമായ സമയങ്ങൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ഇതെല്ലാം സമൂഹത്തിന്റെ ഭാഗമായി ചിന്തിച്ച് അതിലൂടെ നന്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നന്മയുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ പുണരണം. നന്മയുണ്ടാകണമെങ്കിൽ തിരുവചനത്തോട് ബോധം ഉണ്ടാകണം. നന്മയുണ്ടാകണമെങ്കിൽ തിരുവചനത്തോട് നമ്മുടെ ചെവിയും നമ്മുടെ ഹൃദയവും ചേർത്ത് വെക്കണം, ഇൻസ്റ്റെഡ് ഓഫ് ലിസണിങ് സംതിങ് ഫ്രം ദ യൂട്യൂബ് ഓർ ഫ്രം ദ വാട്സപ്പ്. അപ്പൊ ആ ചിന്തയിലേക്ക് 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, ദ എക്സ്ട്രീം പാരനോയ ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് ഹെരോദ്. 2, he was just against the fulfillment of the prophecy. നമ്മളും അങ്ങനെ ആകരുത്. ഒപ്പം ദൈവകൃപയിൽ നിറയുവാനുള്ള മുഖാന്തരങ്ങളായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ
സാധ്യതകൾ തുറക്കുവാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ ഒരുമിക്കണം. അപ്രകാരം ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാരനോയിക് ചിന്തകൾ, നമ്മുടെ തടസ്സങ്ങളിലേക്ക് നയിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ മാറ്റപ്പെട്ടിട്ട് സാധ്യതകൾ തുറക്കുവാനുള്ള ഒരു നല്ല മനുഷ്യനായി തീരുവാൻ സ്വയം ആഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവൻ മുഖാന്തരം ഇതെല്ലാം പോയത്, അല്ലെങ്കിൽ അദ്ദേഹം മുഖാന്തരം ഇതെല്ലാം നശിച്ചു പോയത്, ആ കാലഘട്ടത്തിലാണ് ഇത് മുഴുവൻ നശിച്ചു പോയത്. അങ്ങനെയല്ല. ആ ആളും അദ്ദേഹത്തിന്റെ സാധ്യതകളെ പങ്കുവെച്ച് കാണും. പക്ഷെ നമ്മളും അവനോട് കൂട്ടിച്ചേർന്ന് ആയിരിക്കാൻ ശ്രദ്ധിച്ചുവോ? ആ ചിന്തകൾക്ക് കൂടി ഒരു ഉത്തരം കിട്ടുവാൻ ദൈവകൃപ കൊണ്ട് നിറയട്ടെ. അഭിമന്യ തിരുമനസിന്റെ നല്ല വാക്കുകൾക്കും പ്രത്യേകമായ ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് ഇതിനകത്ത് ജനറൽ സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പുതിയ വർഷം, അടുത്ത വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട എബി അച്ഛനോടൊപ്പം പങ്കുചേരുന്ന എല്ലാവർക്കും നല്ല സാധ്യതകൾ, ഒരു സിനർജി ഉണ്ടാകുന്ന ടീമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവകൃപയിൽ നമ്മളെല്ലാം പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുമെന്നുള്ള പ്രതീക്ഷയിലും പ്രത്യാശയിലും ഞാൻ സമർപ്പിക്കുകയാണ്. വൈകിട്ടത്തെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിലും നിശ്ചയമായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണം. ലക്കി ഡ്രോ ഉള്ളത് കൊണ്ടല്ല, ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. എല്ലാ റീജിയനിൽ നിന്നും നല്ല വ്യത്യസ്തങ്ങളായ, വളരെ തയ്യാറെടുപ്പോടുകൂടിയുള്ള നല്ല ക്രിസ്മസ് ഗാനങ്ങൾ ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടു. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇപ്പൊ തന്നെ. അതെല്ലാം കാണാൻ, കേൾക്കുവാൻ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഇടവക അംഗങ്ങളും വൈദികർ ഉൾപ്പെടെ അതിനകത്ത് പങ്കെടുക്കുവാൻ നിങ്ങളുടെ നിർദ്ദേശം, ശക്തമായ ആഗ്രഹം അവരെ അറിയിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബലഹീനനായ ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓർക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ ബലം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഐസക് പ്രാസച്ചനിൽ കൂടി സർവശക്തൻ കേൾപ്പിച്ച ദൂതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഐസക് പ്രാസച്ചനും നന്ദി അർപ്പിക്കുന്നു. നക്ഷത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോയി ശിശുക്കളുടെ ഹത്യയിൽ അവസാനിപ്പിച്ച അതുപോലെ ആയിത്തീരാതെ നമ്മൾ കർത്താവിനെ തേടി പോകുമ്പോൾ അങ്ങനെ ഒരു ഹത്യയിൽ അവസാനിക്കാതെ കർത്താവിനെ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ നമുക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ വചനമനുസരിച്ച് സന്തോഷം, സങ്കടം, മഹിമ ഇതിൽ വരികയും മറ്റുള്ളവർ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഒരിക്കലും നമുക്ക് ഇടവരുത്തരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മുടെ മധ്യസ്ഥ